നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം 285 285. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാസമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 25 17 ശ്ലോകം പറയണം. 17 18 ശ്ലോകം ഒപ്പം പോവും. തഥാ പുരുഷ ആത്മാനം കേവലം പ്രകൃതേ പരം നിരന്തരം സ്വയം ജ്യോതിർ അണിമാനമഖണ്ഡിതം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അറിയാണ്ട് ഭാഗവതം പിടിച്ചിട്ട് കാര്യമില്ല. തഥാ പുരുഷ ആത്മാനം കേവലം പ്രകൃതേ പരം. പ്രകൃതിയെ നിയന്ത്രിക്കുന്നവും നിയന്ത്രിതാവും നിയാമകനുമാണ് ഭഗവാൻ. അതാണ് പരം, ഏറ്റവും മേലെ. നിരന്തരം സ്വയം ജ്യോതി, ഒരു വിളക്ക് കത്തുന്ന പോലെ, തേജോ പുഞ്ചം, ഒരു തേജസ്, വിളക്കെന്നൊന്നും പറയാൻ പാടില്ല. നിരന്തരം സ്വയം ജ്യോതിർ അണിമാനമഖണ്ഡിതം. ഖണ്ഡിക്കാൻ പറ്റാത്തത് എല്ലാ ജീവജാലങ്ങളും ഉള്ളതാണ് ഈ ബ്രഹ്മം എന്നാണ് പറഞ്ഞത്, ഫോട്ടോയിലല്ല. അടുത്തത് ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ച ആത്മനാം പരിപശ്യത്യുദാസീനം പ്രകൃതിം ച ഹതോജസം. അപ്പോൾ വാക്കർത്ഥം പറയാം രണ്ടിൻ്റെയും കൂടിയിട്ട്. അപ്പോൾ ജീവാത്മാവ്, പുരുഷ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്, ജ്ഞാനത്തോടും വൈരാഗ്യത്തോടും കൂടിയതും, ജ്ഞാനവൈരാഗ്യത്തോടു കൂടിയതും ഭക്തിയോട് കൂടിയതുമായ മനസ്സുകൊണ്ട്, ആത്മന എന്ന് പറഞ്ഞാൽ മനസ്സെന്ന് അർത്ഥമുള്ളൂ. ആത്മാവ് മനസ്സിലാണ് എന്നുള്ളത് വേറെ കാര്യം. മനസ്സുകൊണ്ട് നാശരഹിതവും ഖണ്ഡിക്കപ്പെടാത്തതും അതിസൂക്ഷ്മവും ബാലാഗ്ര ശതവാഗസ് വിസ്തരസ് ഏകോ ജീവ പ്രമാണം പറഞ്ഞു. എന്താ അത്? ഒരു തലനാരിൻ്റെ അറ്റത്തിനെ 100 വിഭജിച്ചു. ആ വിഭജിച്ച ഒരു ഭാഗത്തിനെ വീണ്ടും 100 അപ്പോൾ 10,000 10,000 1/10,000 എത്രയാച്ചാൽ നിങ്ങൾ കണക്ക് കൂട്ടിക്കോളൂ. അതുകൊണ്ടാണ് നഗ്നമായ കണ്ണുകളെ കൊണ്ടോ സോഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടോ ഈ ജീവനെ കാണാൻ പറ്റില്ല. അപ്പോൾ നിരന്തരം അപ്പോൾ പറഞ്ഞു അതിസൂക്ഷ്മവും സ്വതേ പ്രകാശിക്കുന്നതും. ആരും എണ്ണ ഒഴിക്കണില്ല, നെയ്യ് ഒഴിക്കണില്ല, തിരിനീട്ടുന്നില്ല. അപ്പോൾ പ്രകാശിക്കുന്നതും അന്യവസ്തു സംഘമില്ലാത്തതും പ്രകൃതിയിൽ നിന്ന് വേറിട്ടതും വ്യാപാരങ്ങളൊന്നുമില്ലാത്തതുമായ, ഒന്നും ഗെയിൻ ചെയ്യാനില്ല അതിന്. ഇറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ബിഗ് തിങ്. ബിഗ് മീൻസ് ബിഗ്ഗസ്റ്റ് തിങ്, അത്ര പറയണം. പരമാത്മാവിനെയും നശിച്ചിരിക്കുന്ന ഓജസ്സോടു കൂടിയ പ്രകൃതിയെയും ശരിയായിട്ട് കാണുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. കാമലോഭാദി ദോഷവൃത്തികളിൽ നിന്ന്, കാമക്രോധ മത മത്സര ലോഭ ഭയം 6 ശത്രുക്കളാണ് നമുക്ക്. ദോഷവൃത്തികളിൽ നിന്ന് വിട്ടിരിക്കുന്ന ശുദ്ധമായ മനസ്സിൽ ശാസ്ത്രം പഠിച്ചതുകൊണ്ട് സിദ്ധിക്കുന്ന ജ്ഞാനവും, ശാസ്ത്രം പഠിച്ചതുകൊണ്ട്, അല്ലാണ്ട് ദക്ഷിണ കൊടുത്തതുകൊണ്ടായില്ല. ആർക്കും വലിയ പണ്ഡിതന്മാരാണ് നിങ്ങളിതാ എൻ്റെ ദക്ഷിണ വെച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് സ്വയം പഠിക്കണ കൂട്ടത്തിലായില്ല. അവിടെയാണ് എനിക്ക് എൻ്റെ ഗുരുനാഥനോട് താല്പര്യം. അദ്ദേഹം എന്താ പറഞ്ഞത്? എടാ മോനെ, പ്രൊഫഷണലായിട്ട് പോകണ്ട, അമേച്ചറായിട്ട് നിന്നാൽ മതി. ഉദരംഭരികളായിട്ട് കാശിന് വേണ്ടി ഭാഗവതത്തിനെ വിറ്റ് തിന്നരുതെന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ ശാസ്ത്രം പഠിച്ചതുകൊണ്ട് സിദ്ധിക്കുന്ന ജ്ഞാനവും വിഷയങ്ങളിൽ താല്പര്യമില്ലാതെ ഭവിക്കുന്നതായ വൈരാഗ്യവും ഭഗവാനിൽ പരമഭക്തിയും ദൃഢമായി ഉറയ്ക്കും. ഇത്രയും കാര്യങ്ങൾ വേണം. അപ്പോൾ ഒരു ഉണ്ണിയൂട്ട് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കഥകളി രംഗപ്രവേശം അല്ലെങ്കിൽ ഇനാക്ട് കൊണ്ടൊന്നും ഭക്തിയായില്ല. ഭക്തി ഈസ് ഫോർ ദി സേക്ക് ഓഫ് ഭക്തി. അപ്പോൾ എന്തും ത്യജിക്കാനുള്ള സന്നദ്ധത വേണേ.
അപ്പോൾ എല്ലാം ഉണ്ടാവും. ലോകാസമസ്ത സുഖിനോ ഭവന്തോ എന്ന് പറഞ്ഞാൽ നമ്മളും അതിൽ പെട്ടു. വെവ്വേറെ പറയേണ്ട ആവശ്യമില്ല, എനിക്കെന്നും എൻ്റേതെന്നും പറയേണ്ട ആവശ്യമില്ല. അപ്രകാരമുള്ള മനസ്സുകൊണ്ട് ജീവാത്മാവിന് പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ പറ്റും. കാരണം അതൊരു നാണയത്തിൻ്റെ 2 ഭാഗമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ജീവാത്മാവിന് പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും തന്നെയാണ് പറഞ്ഞത്. പ്രകൃതിക്ക് ഇനിമേൽ സ്വയം സംസാരകാര്യങ്ങളായ സുഖദുഃഖാദികളെ അനുഭവിപ്പിക്കുവാനുള്ള ശക്തി ഇല്ലാതെ വന്നതും ശരിയായിട്ട് കാണും. അപ്പോൾ പരമാത്മാവ് നാശരഹിതനും ശാസ്ത്രാദികളിൽ ഖണ്ഡിക്കപ്പെടാൻ കഴിയാത്ത വിധത്തിൽ പരമസൂക്ഷ്മസ്വരൂപനും പരമസൂക്ഷ്മസ്വരൂപനും അന്യമായ പ്രകാശത്തെ ആശ്രയിക്കാതെ അന്യമായ പ്രകാശത്തെ ആശ്രയിക്കാതെ സ്വയമേവ പ്രകാശിച്ചും ജഡപദാർത്ഥങ്ങളെ പ്രകാശിപ്പിച്ചും ഒന്നോടും ചേർച്ചയില്ലാതെ ശുദ്ധമായും കാര്യകാരണ രൂപേണ വർത്തിക്കപ്പെടും. ഇപ്രകാരം പരമാത്മാവിനെ പ്രകൃതിയിൽ നിന്ന് വേർതിരിച്ചറിയുന്നതും സ്വയം അതുതന്നെ എന്ന് മനസ്സിലാക്കുന്നതും എന്ന് മനസ്സിൽ ഉറയ്ക്കുന്നതും തന്നെ ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രകൃതിയിൽ നിന്ന് ഭിന്നനാണ് പരമാത്മാവ്. ആ പരമാത്മാവാണ് ജഡവസ്തുക്കളെയൊക്കെ നമുക്ക് കാണിച്ചു തരണത്. ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ മോതിരം ഊരുമ്പോൾ ആരാ ഊരണ, എന്തിനാ ഊരണ ചോദിക്കും. മരിച്ചു കഴിഞ്ഞാൽ ചോദിക്കുമോ? ഇല്ല, ആർക്കും വേണമെങ്കിലും ഊരാം. അതാണ് ഇതിൻ്റെ ഇക്മത്ത്. അത് മനസ്സിലാക്കാണ്ട് വേറൊന്നും മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. ഇനി 19ാമത്തെ ശ്ലോകം. ന യുജ്യമാനായ ഭക്ത്യാ ഭഗവത് അഖിലാത്മനി സദൃശോ അസ്തി ശിവപന്ഥ യോഗിനാം ബ്രഹ്മസിദ്ധയേ. യോഗികൾക്ക് ബ്രഹ്മപ്രാപ്തിക്ക് സർവാത്മാവായിരിക്കുന്ന ഭഗവാനിൽ യോജിപ്പിക്കുന്നതായ ഭക്തിയോട് തുല്യമായ മംഗളകരമായ മാർഗം വേറെ ഇല്ല. അതൊന്നു തന്നെയുള്ളൂ. അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. പരമാത്മാ സാക്ഷാത്കാരത്തിന് പ്രധാന കാര്യങ്ങളായിട്ട് ജ്ഞാനം, വൈരാഗ്യം, ഭക്തി എന്ന 3 സാധനങ്ങളെ മുമ്പ് പറഞ്ഞു. ആ 3-ൽ വെച്ച് ഭക്തിക്കാണ് പ്രധാനം എന്നും കാണിക്കുന്നു. സംസാരത്തിൽ നിന്ന് മോചിപ്പാൻ ആഗ്രഹിക്കുന്ന യോഗികൾക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിന് സർവത്തിലും ആത്മാവായിരിക്കുന്ന ഭഗവാനിൽ നിരന്തരമായിരിക്കുന്ന ഭക്തിക്ക് തുല്യമായിട്ട് ദോഷരഹിതവും സുഖകരവുമായ അന്യമാർഗമില്ല. ഒരു ഒഴിഞ്ഞുകളച്ച് വേർപാടും കാര്യങ്ങളൊന്നും അവിടെ എത്തില്ല. സർവാത്മാവായ ഭഗവാനെ പരമോത്കൃഷ്ടമായി സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ആ പുരുഷനെ ആർക്കും ഏതൊരു ദേവനും വിഘ്നപ്പെടുത്തുവാൻ കഴിയില്ല. അതാണ് വേറെ കാര്യം. അതിനാൽ അന്യദേവാഭജനം ആവശ്യമില്ല. ശ്രീഹരിനെ ഭജിക്കുമ്പോൾ അന്യദേവ ഭജനം ആവശ്യമില്ല എന്ന് പറയണു. ഒരൊറ്റ കുട്ടി സമ്മതിക്കില്ല. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രീതി. കെട്ടുപടഞ്ഞ് കിടക്കുകയാണ് നമ്മൾ. ഫ്രീ അല്ല, ഫ്രീ തിങ്കിങ് ഇല്ല ആർക്കും. ഇതിൽ എഴുതിയതൊന്നും ആരും മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കൂല. മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാക്കിയെന്ന് നടിക്കില്ല. അപ്പോൾ മനസ്സിനെ ഭഗവത് പ്രേമയുക്തമാക്കി തീർപ്പാൻ, ഭഗവത് പ്രേമയുക്തം, സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയും അല്ല, 2 കൂട്ടർക്കും ആത്മാവാണ് വലുത്. അപ്പോൾ പ്രേമയുക്തമാക്കി തീർപ്പാൻ സാധനാന്തരങ്ങളുടെ ആവശ്യവുമില്ല. ഒരു എക്സ്റ്റേണൽ തിങ് ആവശ്യമില്ല. മനസ്സ് ഭഗവാനിൽ ഉറയ്ക്കും തോറും സുഖാനുഭവമുണ്ടായി വരുന്നതാകയാൽ കഷ്ടവുമില്ല. ഈ സംഗതികൾ കൊണ്ടാണ് സുഖകരവും മംഗളകരവുമായ മാർഗമാണ് ഭക്തി എന്ന് പ്രത്യേകം സിദ്ധാന്തിച്ചത്. 20ാമത്തെ ശ്ലോകം.
പ്രസംഗം അജരം പാശം ആത്മന കവയോ വിദു സയേവ സാധുഷു കൃതോ മോക്ഷദ്വാരം അപാവൃതം. മനസ്സിന് പ്രകൃഷ്ടമായ ചർച്ച ദൃഢബന്ധമെന്ന് വിദ്വാൻമാർ അറിയുന്നു. സജ്ജനങ്ങളിൽ ചെയ്യപ്പെട്ട അത് തന്നെ തടസ്സമില്ലാത്തതായ മോക്ഷമാർഗം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹാപ്പി ആവാൻ പറ്റില്ല, അത് മുഴുവൻ സ്ട്രെസ് ചെയ്യാൻ പറ്റില്ല അതിൽ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ ശരിയാവും. ബന്ധമോക്ഷങ്ങൾക്ക് മനസ്സിൻ്റെ ശുദ്ധിയും അശുദ്ധിയും കാരണമെന്ന് നിശ്ചയിച്ചതിൽ പിന്നെ ശുദ്ധിക്കും അശുദ്ധിക്കും കാരണം സംസർഗമാണെന്ന് കാണിക്കുന്നു. ദോഷജനങ്ങളായിട്ട് സംസർഗം ഉണ്ടായാൽ ദോഷം സംഭവിക്കൂ. ശുദ്ധാത്മാക്കളായിട്ട് സംസർഗം ഉണ്ടായാലോ ശുദ്ധത മാത്രമേ അനുഭവിക്കൂ. അപ്പോൾ വിഷയങ്ങളിലും വിഷയതൽപരന്മാരായ പ്രകൃതി ജനങ്ങളിലും സംസർഗം ഉണ്ടാകുന്നതാണ് മനസ്സിന് ബലമായ ബന്ധത്തിന് കാരണം. ചൂതുകളിയും മധുപാനവും മത്സ്യമാംസവും കഴിക്കുന്ന ആൾക്കാരോട് സഹവാസം തുടങ്ങിയ പിന്നെ അവൻ നോൺ വെജിറ്റേറിയൻ അല്ലാണ്ട് എന്താ ചെയ്യുക? അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അവരുടെ ചേർച്ച കൊണ്ട് വിഷയസുഖങ്ങളെ സമ്പാദിപ്പാനുള്ള പ്രയത്നവും ആഗ്രഹവും വർദ്ധിച്ചു വരുംതോറും പാപങ്ങളും വർദ്ധിച്ചു വരും. അതുകൊണ്ട് അസത്സംഗത്തെ വർജിക്കണം. സത്സംഗമാവാം, അസത്സംഗം പാടില്ല. എന്നാൽ സാധുജനങ്ങളിൽ പ്രകൃഷ്ടമായ താല്പര്യം ജനിപ്പിക്കുന്നതായാൽ അത് തന്നെ മോക്ഷമാർഗത്തിലുള്ള സകല വിഘ്നങ്ങളെ തീർത്ത് മോക്ഷം സുഖപ്രാപ്യമാണെന്ന് ബോധിപ്പിക്കും. ഭഗവത് ഭക്തി ഒന്നു മാത്രമേ സ്ഥായിയായ ബന്ധമോക്ഷത്തിന് ഉതകൂ എന്ന് സ്ഥാപിച്ച ശേഷം അതിനുള്ള മാർഗനിർദ്ദേശം തരുന്നു. പ്രകൃതി സംബന്ധമായ കാര്യങ്ങളിൽ സംസർഗം ആസക്തി ഉണ്ടാകുന്നത് തന്നെ ദൃഢബന്ധമെന്ന് സർവസമ്മതമാണെങ്കിലും അതേ സംസർഗം സജ്ജനങ്ങളിലാണെങ്കിൽ അത് മോക്ഷമാർഗമായി ഭവിക്കും. സംസർഗം മനസ്സിൻ്റെ സ്വഭാവമാണ്. അതിനാണപ്പോൾ സദ്ബുദ്ധി ഉണ്ടാവണം. അതിൽ നിന്ന് വിരമിക്കുന്നത് ദുഷ്കരവുമാണ്. പക്ഷേ ദുർവാസനകളിലുള്ള രതി ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുമ്പോൾ സജ്ജനങ്ങളിലുള്ള രതി മോക്ഷമാർഗമാകുന്നു. രണ്ടും സംസർഗം തന്നെ, പക്ഷേ വിഷയവ്യത്യാസം കാരണം ഒന്ന് ബന്ധം ദൃഢീകരിക്കുമ്പോൾ മറ്റത് ബന്ധമോക്ഷത്തിനുള്ള ഉപായമാകുന്നു. നിയന്ത്രിതമായ മനസ്സ് തന്നെ മോക്ഷോപായവും എന്ന് ഭഗവാൻ കപിലമുനി ഉപദേശിക്കുന്നു. നിയന്ത്രിതമായ മനസ്സുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിലോ ബുദ്ധിമുട്ടായി. തിദിക്ഷവ 21-ാമത്തെ ശ്ലോകം. തിദിക്ഷവ കാരുണിക സുഹൃത സർവദേഹിനാം അജാതശത്രവ. അജാതശത്രവ എന്ന് പറഞ്ഞാൽ ധർമ്മപുത്രൻ. ശാന്ത സാധവ സാധുഭൂഷണ എന്ന് പറഞ്ഞ് നിർത്തി. ചന്തും, അതായത് ചന്തും ഇച്ഛ തിദിക്ഷ, അത് ശീലമുള്ളവർ, ക്ഷമാശീലർ, കരുണയുള്ളവർ, സകല പ്രാണികൾക്കും മിത്രങ്ങൾ, ശത്രുക്കളില്ലാത്തവർ, അതാണ് അജാതശത്രു എന്ന് പറഞ്ഞത്. രാഗാദിവൃത്തികളില്ലാത്തവർ, ശാന്തന്മാരെന്ന് പറഞ്ഞാൽ രാഗാദിവൃത്തികളില്ലാത്തവർ, ശോഭനമായ ഭൂഷണമുള്ളവർ, സാധുക്കൾ. തിദിക്ഷ എന്ന പദം ശ്രീ ശങ്കര ഭഗവത്പാദർ വിവേക ചൂടാമണിയിൽ നിർവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: സഹനം സർവദുഃഖാനാം അപ്രതികാരപൂർവകം ചിന്താവിലാപരിഹിതം സാ തിദിക്ഷ നിഗദ്യത്തെ. ദൃഷ്ട അദൃഷ്ട കാരണങ്ങൾ മൂലം ഉണ്ടാകുന്ന സർവദുഃഖങ്ങളെയും പ്രതികാരബുദ്ധിയോ ചിന്തയോ വിലാപമോ കൂടാതെ പ്രകൃത്യാ ക്ഷമിക്കുന്നതാണ് തിദിക്ഷ. ആ ശാലമുള്ളവർ തിദിക്ഷവ, വൺ ഹു ഹാവ് എന്നർത്ഥമായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. സാധുസംഗമാണ് സിദ്ധശുദ്ധിക്ക് കാരണമെന്ന് പറഞ്ഞ ശേഷം 4 പദ്യങ്ങൾ കൊണ്ട് സാധുലക്ഷണം പറയുന്നു. അന്യന്മാർ അപരാധം ചെയ്താലും അതിനെ
അപ്പം അതാണ് അന്യന്മാർ അപരാധം ചെയ്താലും അതിനെ ചിന്താവിലാപരഹിതമായി സഹിച്ചിരിക്കുന്നതല്ലാതെ പ്രതികാരം ചെയ്യുവാൻ ഇച്ഛിക്കാത്തവരും സ്വപ്രയോജനത്തെ ആഗ്രഹിക്കാതെ തന്നെ സ്വപ്രയോജനത്തെ ആഗ്രഹിക്കാതെ തന്നെ പരന്മാരുടെ ദുഃഖങ്ങളെ തീർക്കുവാനുള്ള പരിശ്രമരൂപമായ കാരുണ്യമുള്ളവരും സകല പ്രാണികൾക്കും ക്ഷേമത്തെ ആഗ്രഹിക്കുന്ന മിത്രങ്ങളും യാതൊരുത്തരെയും ശത്രുക്കളെന്ന് കരുതാത്തവരും രാഗാതിവൃത്തികൾ അടങ്ങിയിരിക്കുന്നതാൽ ചിത്തശാന്തിയെ പ്രാപിച്ചവരും ശോഭനമായ സ്വഭാവത്തെ ഭൂഷണമായി ധരിച്ചിരിക്കുന്നവരും ശോഭനമായ സ്വഭാവത്തെ ഭൂഷണമായി ധരിച്ചിരിക്കുന്നവരും ആരോ അവർ സാധുക്കളാവുന്നു. വിദ്യയോ കുലമഹിമയോ ആഢ്യത്വാദി ഭാവങ്ങളോ അല്ല, മേൽ വിവരിച്ച ഗുണങ്ങളാണ് ശരിയായ സാധുലക്ഷണങ്ങൾ എന്ന് പ്രത്യേകം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 22-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. മയ്യൻ അന്യേന ഭാവേന ഭക്ത്യം കുറുവന്തി യേ ദൃഢാം മത്കൃതേ ത്യക്തകർമാണസ്ത്യക്തസ്വജനബാന്ധവാം. എന്നിൽ അന്യരിൽ പ്രവേശിക്കാത്തതായ മനോഭാവത്തോടുകൂടെ ഭഗവാനിലെ നമ്മുടെ മനസ്സെത്താൻ പാടും. വേറെ എവിടെ നിൽക്കരുത്. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സാണിത്. ദൃഢമായ ഭക്തിയെ ആർ ചെയ്യുന്നുവോ എന്നെ ലഭിപ്പാൻ വേണ്ടി ഉപേക്ഷിക്കപ്പെട്ട കർമ്മങ്ങളോടുകൂടിയവരും, ഏത് പാപപങ്കിലമായതൊക്കെ ഉപേക്ഷിക്കണം. ത്യക്ത സ്വജന ബാന്ധവ, ഉപേക്ഷിക്കപ്പെട്ട സ്വജനങ്ങളോടും ബാന്ധവന്മാരോടും കൂടിയവരും. ഈശ്വരോപാസനയ്ക്ക് വിഘ്നമായിട്ട് നിൽക്കുന്ന ഏത് ശക്തികളെയും നമ്മൾക്ക് നിരോധിക്കാൻ സാധിക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. അന്യദേവനിൽ പ്രവേശിക്കാതെ ഞാൻ തന്നെ ഏകാവലംബം, അന്യദേവനിൽ പ്രവേശിക്കാതെ ഞാൻ തന്നെ ഏകാവലംബം എന്ന അന്ധകരണഭാവത്തോടുകൂടെ യാതൊരുത്തൻ എന്നിൽ ഇളക്കമില്ലാതെ ഭക്തിയോടുകൂടിയിരിക്കുന്നുവോ എൻ്റെ ഭജന വിരോധികളായിരിക്കുന്ന കർമ്മങ്ങളെയും സ്വജനങ്ങളെയും ബന്ധുക്കളെയും ആർ വെടിഞ്ഞിരിക്കുന്നുവോ അവർ സാധുക്കളാവുന്നു. സ്വജനങ്ങളെ, അതാണ് ഈ സന്യാസം എന്ന് പറഞ്ഞതേ, സന്യസിക്കണം. 23 ശ്രദ്ധിക്കുക. മദാശ്രയാ കഥാമൃഷ്ടാ ശൃണ്വന്തി കഥയന്തി ച തപന്തി വിവിധാസ്താപ നൈതാൻ മദ്ഗതചേതസാം. എന്നെ സംബന്ധിച്ചിരിക്കുന്നവയും ശുദ്ധങ്ങളുമായ കഥകളെ യാതൊരുത്തൻ ശ്രവിക്കുന്നുവോ പറയുകയും ചെയ്യുന്നുവോ അവർ സാധുക്കൾ. എന്നിൽ ഉറച്ചിരിക്കുന്ന മനസ്സോടുകൂടിയ ഇവരെ ബഹുവിധങ്ങളായ താപങ്ങൾ തപിപ്പിക്കുന്നില്ല. കാരണം എന്താ? ഭഗവാൻ ഈസ് ദെയർ കെയർ ടേക്കർ. ഭഗവാൻ കെയർ ടേക്കർ ചെയ്യുമ്പോൾ അവിടെ വേറൊരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം. എന്നെ ആശ്രയിച്ചിരിക്കുന്ന പരിശുദ്ധ കഥകളെ കേൾക്കുകയും ഉച്ചരിക്കുകയും ചെയ്യുന്നതല്ലാതെ അന്യവിഷയങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളും വിചാരങ്ങളും കൂടാതെ ആയുഷ്കാലത്തെ സഫലമായി കഴിക്കുന്നവർ ഏതൊരുത്തരോ അവർ സാധുക്കളാകുന്നു. അവിടെ ബ്രാഹ്മണ, ക്ഷത്ര, വൈശ്യ, ശൂദ്ര എന്നുള്ള വ്യത്യാസമില്ല. എന്നിൽ തന്നെ മനസ്സ് വച്ചിരിക്കുന്ന ഇവരെ യാതൊരു താപങ്ങളും ബാധിക്കാതെ വിധത്തിൽ ഞാൻ സർവദാ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 24-ാമത്തെ ശ്ലോകം നോക്കുക. ത ഏതേ സാധവ സ്വാധി സർവസംഗവിവർജിത, എല്ലാ കൂട്ടുകെട്ടുകളിൽ നിന്നും വിട്ട് ഒറ്റയ്ക്ക് കഴിയണമെന്ന. സംഘസ്തേഷതേ പരാർത്ഥ്യ സംഘദോഷഹരാഹിതേ. ഹേ
സാധുശീല, എന്നോട് മാത്രമല്ലാതെ മറ്റുള്ള സകല സംഘങ്ങളെയും വിവർജിക്കുന്ന, എന്നോട് മാത്രമല്ലാതെ മറ്റുള്ള സകല സംഘങ്ങളെയും വർജിച്ചിരിക്കുന്ന ആ ഇവർ സാധുക്കളാകുന്നു. യാതൊന്നു ഹേതുവായിട്ട് അവർ സംഘം നിമിത്തമുള്ള ദോഷത്തെ നശിപ്പിക്കുന്നവരാകുന്നുവോ അത് ഹേതുവായിട്ട് അവരിൽ സംസർഗം ഭവതിയാൽ പ്രാർത്ഥിക്കത്തക്കതാകുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം: ഹേ സുശീലേ, അന്യവിഷയങ്ങളോടുള്ള ചേർച്ചയെ ഉപേക്ഷിച്ചിരിക്കുന്ന ഈ മാതിരി ലക്ഷണയുക്തന്മാർ സാധുക്കളാകുന്നു. ദുസ്സംഗം നിമിത്തമുണ്ടായിട്ടുള്ള ദോഷങ്ങളെ ഇവർ നശിപ്പിക്കും. അതുകൊണ്ട് അവരോടുള്ള സംസർഗം ആഗ്രഹിക്കത്തക്കതാകുന്നു. ആഗ്രഹിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഇനി 25-ാമത്തെ ശ്ലോകം നമ്മൾക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് സ്മരിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് സ്മരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.